നമസ്കാരം. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ ഏതാനും നിമിഷങ്ങൾക്കകം, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ അധികാരത്തിലേറും. അത് സംബന്ധിച്ച് ചില രസകരമായ വിവരങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒരു പ്രത്യേക വിഷയമല്ലിത്. അതിലാദ്യത്തെ രസകരമായൊരു നിരീക്ഷണം, ജോസഫ് വിജയ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നൊരു അഭ്യൂഹം പരന്നിരുന്നു. അതിൽ തന്നെ ആദ്യമേ കൃത്യമായൊരു നിരീക്ഷണം രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടായിരുന്നു. കാരണം അനൗദ്യോഗികമായി അദ്ദേഹം ഇതിൽ പങ്കെടുക്കും എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന ജോസഫ് വിജയ് 11 മണിക്ക് മടങ്ങും എന്നായിരുന്നു ഒരു പ്രചാരണം നടന്നിരുന്നത്. അതുകൊണ്ട് വിജയുടെ ആരാധകർ, കേരളത്തിൽ ചില്ലറയൊന്നുമല്ലല്ലോ വിജയ്ക്ക് ആരാധകർ, കാരണം ഇത്രയും തമിഴിനേക്കാളും കൂടുതൽ ഒരു പടി കടന്ന് അന്ധമായി വിജയെ ആരാധിക്കുന്ന ഒരു കൂട്ടം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും, ഇന്നലെ വൈകുന്നേരമല്ല, ഒരു ഉച്ചതിരിഞ്ഞ സമയത്തോടു കൂടി തന്നെ വിജയ് എത്തില്ല എന്നുള്ള അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നു. അതോടുകൂടി വിജയുടെ ആരാധകർ നിരാശരായി. അവർ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതൃത്വങ്ങൾ വീണ്ടും ബിരിയാണിയും മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ കൊടുത്തു തന്നെ ആളെ കൂട്ടേണ്ട ഒരു അവസ്ഥയിലായി. പക്ഷേ അത്തരം പൂർണ്ണമായിട്ടും അത്തരം ഒരു രീതിയിലൂടെ ആളെ കൂട്ടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിലെത്തുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം അണികളൊക്കെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രെഡിറ്റ്സ് വേർ ക്രെഡിറ്റ്സ് ഡ്യൂ. അത്യാവശ്യം അണികൾ, ഇത്രയും അണികളൊക്കെ UDFനുണ്ട് എന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും പോലും അറിയുന്നത് ഇപ്പോഴായിരിക്കും. അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ വിജയ് എത്തിയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരാധകർ പറയുന്നത് ഇളയ ദളപതി വിജയ്, സ്വയം ദളപതിയായ ഇളയ ദളപതി വിജയ് കഴിഞ്ഞാൽ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനാണെന്നാണ്. ഒരുപക്ഷെ ആയിരിക്കാം, കാരണം ഷാഫി പറമ്പിലും അത് സമ്മതിക്കുന്നുണ്ട്. തന്നെയുമല്ല, നമ്മുടെ മുത്തശ്ശി പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മുത്തശ്ശിയോ പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യമാധ്യമ ചാനലുകളുടെ ചില പ്രതിനിധികൾ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കാണുമ്പോൾ കാണിക്കുന്ന ആവേശം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരാധക വൃന്ദം എന്നുള്ള പ്രചാരണം, ശക്തമായൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിന് പിന്നിലുണ്ടെന്നുള്ളൊരു പ്രചാരണം സത്യമാണെന്ന് കരുതേണ്ടി വരും. കാരണം അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കുന്ന ആളുകളുടെ ഒരു വലിയ നിരയെ തന്നെ അവരുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഒരുപക്ഷെ അവരെ ആ മൈക്കൊന്ന് ആരെങ്കിലും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഓടിപ്പോയി അവരും ഒരു സെൽഫി എടുത്തേനെ എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു ആവേശം അണപൊട്ടി ഒഴുകുന്നത്. അതുകൊണ്ട് ഇളയ ദളപതി വിജയ് ഇല്ലെങ്കിലും ഒരു കോഴി ദളപതിയായിട്ടുള്ള മാങ്കൂട്ടം സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിട്ടുണ്ട്. കോഴികൾ സന്തുഷ്ടരാകുവൻ, കോഴികളെ ആഘോഷിക്കുവൻ, ഇന്ന് നിങ്ങളുടെ ആഘോഷ ദിനമാണ് എന്നാണ് ട്രോളന്മാർ പറയുന്നത്. ഇനി ട്രോളന്മാർ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആരംഭിക്കലാമാ എന്ന് പറഞ്ഞവർ കാത്തിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ഒന്ന് കഴിഞ്ഞു കിട്ടാൻ. അടുത്തൊരു കൗതുകകരമായിട്ടുള്ളൊരു നിരീക്ഷണം രാഷ്ട്രീയ വിദഗ്ധർ തന്നെ നടത്തുന്നതാണ്. ഈ വകുപ്പ് വിഭജനം നടന്നപ്പോൾ ലീഗിന് 5 മന്ത്രിമാർ കിട്ടി. പക്ഷേ ലീഗിന് വലിയൊരു ക്ഷീണം സംഭവിച്ചത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളും എന്നുള്ളൊരു അഭ്യൂഹമെന്നല്ല, ഏതാണ്ട് തീർച്ചയായ വിവരമാണ്. ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ, കുറച്ച് കാര്യഗൗരവമായി തന്നെ അതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങളോടുകൂടിയ വിശകലനങ്ങളോടുകൂടി മറ്റൊരു വീഡിയോ ഇന്ന് തന്നെ ചെയ്തിരുന്നു. പ്രേക്ഷകർ അത് കാണുക. അതല്ല പ്രശ്നം. ഈ ലീഗിൻ്റെ കുറച്ച് തൽപര കക്ഷികൾ കോൺഗ്രസ്സിലുണ്ട്. അവർ മറ്റാരുമല്ല, VT ബൽറാം, സുധീരൻ തുടങ്ങിയ ആളുകൾ. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലികൾ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു 3-4 ദിവസങ്ങൾ മുമ്പുള്ള VD സതീശൻ്റെ എല്ലാ വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമായിരിക്കും. ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്ന വീഡിയോകൾ പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കുക, അവയിലൂടെ ഒന്ന് കണ്ണോടിക്കുക. എല്ലായിടത്തും VT ബൽറാം ഇങ്ങനെ ഒരു നെടുന്തൂണ് പോലെ അല്ലെങ്കിൽ ഒരു പന പോലെ VD സതീശൻ്റെ മുമ്പിൽ കൃത്യമായി ക്യാമറയ്ക്ക് ദൃശ്യമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. 2 ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ തീരുമാനമായതിനെ തുടർന്ന്, രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതിനെ തുടർന്ന് KC വേണുഗോപാൽ മന്ത്രിസഭയിൽ പിടിമുറുക്കും, അദ്ദേഹത്തിൻ്റെ നോമിനികൾ നിരവധി പേർ മന്ത്രിമാരാകുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് VT ബൽറാമും സുധീരനും പെട്ടെന്ന് അപ്രത്യക്ഷരായി. സുധീരൻ അപ്രത്യക്ഷനായത് വേണമെങ്കിൽ ആരോഗ്യ കാരണങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് പറയാം. VT ബൽറാം അപ്രത്യക്ഷനായി. VT ബൽറാം ലീഗിനെ പോലുള്ളവരുടെ ഇഷ്ടക്കാരനാണെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഈ ലീഗിനേക്കാളും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്ടക്കാരനാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം
ഈ ജമാഅത്തെ ഇസ്ലാമിക്കൊരു ശീലമുണ്ട്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് ജനം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെ ദുബായിലൊക്കെ കൊണ്ടുപോയി ഈന്തപ്പഴവും സ്വർണവും മറ്റ് സമ്മാനങ്ങളും എല്ലാം കൊടുത്ത് അവരുടെ പരിധിയിലാക്കി. എന്തിന്? ജി സുധാകരനെ കൊണ്ടുപോലും ഒസാമ ബിൻ ലാദന് സ്മൃതിഗീതം എഴുതിച്ച ആളുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി മാധ്യമം വാരികയിലൂടെ. അത്തരത്തിലുള്ള പ്രവർത്തന രീതികളെല്ലാം ജമാഅത്തെ ഇസ്ലാമി കൈക്കൊള്ളാറുണ്ട്. അത്തരത്തിലുള്ള അവരുടെ പരിചരണ സുഖം ആദ്യകാലങ്ങളിൽ അനുഭവിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. യുവ നേതാവായിരുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അനുഭവിച്ച് ഒമാനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം സന്ദർശിച്ച് തുർക്കി തൊപ്പിയൊക്കെ അണിഞ്ഞ്, തന്നെയുമല്ല ഭീകരവാദികളായ ചില വ്യക്തികൾ നടത്തിയിരുന്ന റൈറ്റിംഗേഴ്സ് പോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ സജീവ സാന്നിധ്യമായി വിലസിയിരുന്ന ഒരു യുവ നേതാവായിരുന്നു VT ബൽറാം. അത്തരത്തിലുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രിയപ്പെട്ടവരായ ചില നേതാക്കളുടെ അസാന്നിധ്യവും ഇപ്പോൾ VD സതീശൻ്റെ ക്യാമ്പിൽ ശ്രദ്ധേയമായി തന്നെ രാഷ്ട്രീയ വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ലീഗിൻ്റെ പിടിയൊന്ന് അയയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. 5 മന്ത്രിമാരെ ലഭിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും ഉൾപ്പെടെ നേടി. മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒന്നും അവരുടെ ഇഷ്ടക്കാരെ ആരെയും അടുപ്പിക്കുന്നില്ല എന്നൊരു പ്രതീതി ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും വ്യാജഗാന്ധി കുടുംബത്തിനെ ഒട്ടാകെ വയനാട്ടിലെ സീറ്റിൻ്റെ നഷ്ടം കാണിച്ച് ഭയപ്പെടുത്തി VD സതീശനെ മുഖ്യമന്ത്രിയാക്കി. പക്ഷേ പല വകുപ്പുകളിലും KC വേണുഗോപാലിൻ്റെ ശക്തമായ ഒരു സ്വാധീനം നിലനിൽക്കെ എങ്ങനെ ആ ഭരണം VD സതീശനെ ഉപയോഗിച്ച് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വേറെ. തന്നെയുമല്ല, ഇഷ്ടക്കാരാരുമില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും ഉപയോഗിച്ച് പണിയുവാൻ പോകുന്ന പണികൾ മറ്റൊരു വശത്ത്. ഇങ്ങനെ ലീഗിനെ സംബന്ധിച്ച് ആശങ്കകൾ വളരെ അധികമാണ്, വളരെ ഏറെയാണ്. തന്നെയുമല്ല, ഈ 10 വർഷങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ക്ഷീണം തീർക്കണം KM ഷാജി ഉൾപ്പെടെയുള്ളവർക്ക്. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് പണമാണ് പ്രശ്നം എന്നുള്ളൊരു തലത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നാണ് പരിഹാസികൾ പറയുന്നത്, എതിരാളികൾ പറയുന്നത്. സത്യമാണോ എന്നെനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം. പക്ഷേ അനുഭവം പഠിപ്പിക്കുന്നത്, അനുഭവം നമ്മോട് പറയുന്നത്, ചരിത്രം നമ്മോട് പറയുന്നത് അതാണ് സത്യമെന്നുള്ളതാണ്. എന്തായാലും ജോസഫ് വിജയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഉണ്ടല്ലോ. വിജയുടെ ആരാധകർക്ക് രാഹുൽ മാങ്കൂട്ടം മതിയെങ്കിൽ, തൽക്കാലത്തേക്കൊരു ലോക്കൽ വിജയ് മതിയെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുക. കാരണം ഒരു പ്രവൃത്തിപഥത്തിൽ അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം വിജയ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ MGRനോടൊപ്പം ഉപമിക്കുവാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ജയലളിതയ്ക്ക് വേണ്ടിയിട്ടും ലതയ്ക്ക് വേണ്ടിയിട്ടുമുള്ള രാഷ്ട്രീയ അനുയായികളുടെ കാര്യമാണ് പറയുന്നത്. ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നിരവധി രാഷ്ട്രീയ അനുയായികൾ വേണമെന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് അദ്ദേഹം ഒരു ലിബറൽ ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് ഒരു ദളപതി വിജയ്, കോഴി ദളപതി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവർ രണ്ടുപേരും തുല്യ ശക്തികളാണ് എന്ന് കരുതി ആശ്വസിക്കുക. വിജയ് ഇല്ലെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ മാങ്കൂട്ടമുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വീണ്ടും കാണാം. കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്, മലയാളികൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ദൈനംദിന വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കാരണം നമുക്ക് കേരളം വിട്ട് ഓടുവാൻ തൽക്കാലം മാർഗമൊന്നുമില്ലല്ലോ, എനിക്കും നിങ്ങൾക്കും. പ്രേക്ഷകരിൽ പലരും ഓടിക്കാണും ഇതിനോടകം. എന്നാലും നിങ്ങളോട് അസൂയയോടുകൂടി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.